السلام عليكم ورحمة الله وبركاته. الحمد لله ذي القوة والجلال الكبير المتعال، جعل الدفاع عن الأوطان من أشرف الأعمال. اللهم صل وسلم وبارك على سيدنا ونبينا محمد وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، اللهم رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, 5/5/2017 വെള്ളിയാഴ്ച UAE ഖുതുബ ദേശീയ തലത്തിൽ ഈ രാജ്യത്തിന്റെ സായുധ സേന ഏകീകരണത്തിന്റെ ധന്യസ്മരണയിൽ രാജ്യം കാക്കുന്ന സൈനികരെ പ്രശംസിക്കുകയും രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം നടത്തിയ രക്തസാക്ഷികൾക്കായി പ്രാർത്ഥന നടത്തുകയുമാണ് ചെയ്യുന്നത്. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചും ഭയപ്പെട്ടും ജീവിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഖതീബ് ഉദ്ധരിക്കുന്ന ഖുർആൻ സൂക്തം വലഖദ് വസ്വൈനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയ്യാകും അനിത്തഖുല്ലാഹ്. നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരോടും നിങ്ങളോടും അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് നാം കൽപ്പിച്ചിരിക്കുന്നു എന്നതാണ്. മുഅ്മിനീങ്ങളെ, ചരിത്രാതീത കാലം തൊട്ടേ സമൂഹങ്ങൾ തങ്ങളുടെ സ്വത്തും അവകാശങ്ങളും സംരക്ഷിക്കാനും നേട്ടങ്ങൾക്ക് കാവലാവാനും ശത്രുവിനെ പ്രതിരോധിക്കുവാനും കുൽസിത താൽപര്യക്കാരെ പടിക്കു പുറത്തു നിർത്തുവാനും സുസ്ഥിരതയും സമാധാനവും സർവ്വവ്യാപകമാക്കാനും സംവിധാനങ്ങൾ ഒരുക്കുകയും ശക്തി സംഭരിക്കുകയും ചെയ്തിട്ടുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം വിവരിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് സബഅ രാജ്ഞിയും അദ്ദേഹത്തിന്റെ സൈന്യാധിപരും തമ്മിലുള്ള ഒരു സംഭാഷണം ഖുർആൻ ഇങ്ങനെ ഉദ്ധരിക്കുന്നതു കാണാം. സൈന്യാധിപർ രാജ്ഞിയോട് തങ്ങളുടെ സൈന്യത്തിന്റെ കാര്യക്ഷമതയെക്കുറിച്ച് അഭിമാനം കൊള്ളുന്ന ആ നിമിഷം നഹ്നു ഉലൂ ഖുവ്വത്തിൻ വഉലൂ ബഅസിൻ ശദീദ്, ശക്തിയും തീവ്ര സമരശേഷിയുമുള്ളവരാണ് നമ്മൾ എന്ന് രാജ്ഞിയോടവർ അഭിപ്രായം പറയുകയാണ്. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തന്റെ സമൂഹത്തെയും രാഷ്ട്രത്തെയും സംരക്ഷിക്കുന്നതിനായി ശക്തിയുടെ വഴികൾ എളുപ്പമാക്കി നൽകിയ സംഭവവും ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആൻ പറയുന്നത് പോലെ വഅലന്നാ ലഹുൽ ഹദീദ്, ദാവൂദ് നബിക്ക് നാം ഇരുമ്പ് മൃദുലമാക്കി കൊടുത്തു. അനിഅമൽ സാബിഗാത്തിൻ വഖദ്ദിർ ഫിസ് സർദ്, വീണ്ടും ഖുർആൻ പറയുന്നു കണ്ണികൾ ക്രമീകൃതമാക്കി വൻ കവചങ്ങൾ നിർമ്മിക്കുവാനും നാം ദാവൂദ് നബിയോട് അരുളി. വീണ്ടും ഖുർആൻ പറയുന്നു വഅല്ലംനാഹു സുൻഅത ലബൂസിൻ ലക്കും ലിതുഹ്സിനകും മിൻ ബഅസികും, യുദ്ധങ്ങളിൽ നിങ്ങൾക്ക് പ്രതിരോധം നേടാനായി പടയങ്കിയുണ്ടാക്കാൻ നാം ദാവൂദ് നബിയെ പഠിപ്പിച്ചു. ചുരുക്കത്തിൽ ഈ ശക്തിയും സജ്ജീകരണവും എല്ലാം അഭിമാനവും നാടും വിശ്വാസവും സംരക്ഷിക്കാനാണ്. സ്വത്തും സമ്പാദ്യവും സൗകര്യങ്ങളും സാഹചര്യങ്ങളും കാത്തുസൂക്ഷിക്കാനാണ്. നീതിയും നിയമവാഴ്ചയും നടപ്പിൽ വരുത്താനാണ്. മനുഷ്യത്വത്തെ ബഹുമാനിക്കാനും സംസ്കൃതികൾ നിർമ്മിക്കാനും പരസ്പര സഹകരണവും സാഹോദര്യവും സ്നേഹവും കരുണയും സാർവത്രികമാക്കാനുമാണ്. സ്വസ്ഥമായും സുസ്ഥിരതയോടെയും ജനങ്ങൾക്ക് ജീവിക്കാനാവണം. കഴിവുറ്റ ആജ്ഞാശക്തിയും ദീർഘദൃഷ്ടിയും സുവ്യക്തമായ കാഴ്ചപ്പാടും നിലപാടും നൈപുണ്യമുള്ള ഏത് ദുർഘടസന്ധിയിലും തീരുമാനങ്ങൾ എടുക്കാനാവുന്ന ഒരു നേതൃത്വവും ഭരണവും ഉണ്ടാവുമ്പോഴേ ഒരു രാജ്യത്തിന് ഈ ശക്തി കൈവരിക്കാനാവൂ. മുഅ്മിനീങ്ങളെ, ഈ മഹത്തായ രാജ്യത്തിന്റെ സമുന്നതരായ നേതൃത്വം ദേശനിർമ്മിതിയിലും സംരക്ഷണത്തിലും രാജ്യത്തിന്റെ സുരക്ഷയും സുസ്ഥിരതയും നിലനിർത്തുന്നതിലും സൈനിക ശക്തിയുടെ പ്രസക്തി നന്നായി മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ടുതന്നെ ഇന്ന് നാം അഭിമാനപൂർവം കൊണ്ടാടുന്ന ഈ രാജ്യത്തിന്റെ ഒരൊറ്റ നേതൃത്വത്തിനു കീഴിലുള്ള സായുധ സേനയ്ക്ക് അവർ രൂപം നൽകി. അങ്ങനെ വിവിധ മേഖലകളിൽ
അഭൂതപൂർവമായ കുതിച്ചുചാട്ടം ഈ രാജ്യത്തിനു സാധ്യമായി. ഇന്ന് ആ സൈന്യം ഈ രാജ്യത്തിനായി ഉറക്കമൊഴിക്കുന്ന കണ്ണുകളാണ്, രാജ്യത്തിന്റെ സുദൃഢമായ കവചമാണ്, അത്യുദാത്തമായ കർമ്മമാണ് സൈന്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രതിഫലമാവട്ടെ നാളെ അതിമഹത്തരമാണ്. ഉദ്യമം എത്ര കണ്ട് ശ്രമകരവും ഗൗരവതരവുമാവുന്നുവോ അത്ര കണ്ട് പ്രതിഫലവും സുമോഹനവും സന്തോഷകരവുമായിരിക്കും. എത്രത്തോളം എന്നാൽ ഈ രാജ്യത്തിന്റെ സായുധ സേനയിലെ ഒരംഗത്തിന്റെ ഒരു രാത്രി ഏറെ പുണ്യകരമായ, ആരും കൊതിക്കുന്ന വിശുദ്ധ റമദാനിലെ ലൈലത്തുൽ ഖദ്റിനേക്കാൾ ശ്രേഷ്ഠകരമായിരിക്കും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ അവിടുന്ന് പറയുന്നു, അലാ ഉനബ്ബിഉകും ബിലൈലത്തിൻ അഫ്ളല മിൻ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്റിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രിയെക്കുറിച്ച് ഞാൻ പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഹാരിസുൻ ഹറസ ഫീ അർദി ഖൗഫിൻ ലഅല്ലഹു ലാ യർജിഉ ഇലാ അഹ്ലിഹി. ഭയപ്പാടുള്ള ഒരു ദേശത്ത് രാത്രി കാവൽ നിൽക്കുന്നവനാണ് അവൻ. ലഅല്ലഹു ലാ യർജിഉ ഇലാ അഹ്ലിഹി. ഒരുപക്ഷേ അവന് തന്റെ നാട്ടുകാരിലേക്ക്, വീട്ടുകാരിലേക്ക് മടങ്ങാൻ സാധിച്ചേക്കില്ല. രാജ്യം കാക്കുന്ന പട്ടാളക്കാരൻ ഭയാനകമായ സാഹചര്യത്തെയാണ് നേരിടുന്നത്. കഠിനമായ ബുദ്ധിമുട്ടുകളാണ് അവനെ കാത്തിരിക്കുന്നത്. രാജ്യം സംരക്ഷിക്കുവാനും സുരക്ഷിതമാക്കുവാനും സ്വന്തം ജീവൻ അപകടപ്പെടുത്തുകയാണവർ. നാട്ടുകാർ സമാധാനപൂർവം ജീവിക്കുവാനും അവരുടെ ക്ഷേമത്തിനുമായി കഠിനാധ്വാനം ചെയ്യുകയാണവർ. നമ്മൾ ഉറങ്ങാൻ രാവിലും കാത്തിരിക്കുകയാണവർ. നമ്മുടെ സായുധസേന സമർപ്പണത്തിന്റെ ധാരാളം മുഹൂർത്തങ്ങൾ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. ഈ രാജ്യം പ്രൗഢവും സുശക്തവുമായി നിലകൊള്ളാൻ, പരമാധികാരം നിലനിർത്തുവാനും വാക്കുകളെക്കാൾ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി രാജ്യത്തിന്റെയും ദേശത്തിന്റെയും ചരിത്രത്തിൽ അവർ മാതൃക കാണിച്ചിട്ടുണ്ട്. യമൻ ദേശത്ത് സത്യസന്ധമായ ഭരണ സംവിധാനം തിരിച്ചുകൊണ്ടുവരാൻ, സമാധാനപൂർണമായ ജീവിതം അവർക്ക് സമർപ്പിക്കുവാനും മുഴുവൻ വഴികളും അടഞ്ഞുകിടന്നപ്പോൾ ഈ രാജ്യത്തിന്റെ സൈന്യവും അറബ് സഖ്യസേനയിൽ പങ്കാളികളായി. ആ രാജ്യത്ത് സമാധാനവും സ്വസ്ഥതയും കൈവരുത്തുവാനും തിന്മയുടെ ശക്തികളെ ഇല്ലായ്മ ചെയ്യാനും അവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാനുമാണ് നാം അതിനു മുന്നോട്ട് വന്നത്. നമ്മുടെ സൈന്യം ആ ഉദ്യമത്തിൽ നമ്മുടെ സഹോദരന്മാരുടെ വിശുദ്ധ ജീവൻ ബലി നൽകി. രാജ്യത്തിന്റെ വിലപ്പെട്ട ജീവനുകൾ രക്തസാക്ഷികളായി. ആ ഉദ്യമത്തിൽ ശാരീരികമായി പരിക്കുകളേറ്റ നമ്മുടെ സഹോദരന്മാരോട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു തിരുവചനം കൊണ്ട് നാം സുവിശേഷം അറിയിക്കുകയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ മിൻ മക്ലൂമിൻ യുക്ലമു ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ മുറിവേൽപ്പിക്കപ്പെടുന്ന മുഴുവൻ ആളുകളും ഇല്ലാ ജാഅ യൗമൽ ഖിയാമഹ്, അന്ത്യനാളിൽ അവൻ ആഗതനാകും. വകൽമുഹു യുദ്മാ, അവന്റെ മുറിവിൽ നിന്ന് രക്തമൊഴുകുന്നുണ്ടാവും. പക്ഷേ അല്ലൗനു ലൗനു ദം വറീഹു റീഹു മിസ്കിൻ, നിറം ചുവപ്പാണ്, രക്തത്തിന്റേതാണ്. പക്ഷേ ആ മുറിവിന്റെ സുഗന്ധം കസ്തൂരിയുടേതിന് സമാനമായിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേസമയം സമരമുഖത്ത് ജീവൻ ത്യജിക്കപ്പെട്ടവരാവട്ടെ, അവരെ കുറിച്ച് അല്ലാഹു പറയുന്നത്, വല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി ഫലൻ യുദില്ല അഅ്മാലഹും. തന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു വൃഥാവിലാക്കുകയേ ഇല്ല. സയഹ്ദീഹിം വയുസ്ലിഹു ബാലഹും, അവർക്കവൻ മാർഗദർശനമേകും, അവരുടെ അവസ്ഥകൾ അവൻ മെച്ചപ്പെടുത്തും. വയുദ്ഖിലുഹുമുൽ ജന്നത അറഫഹാ ലഹും, അവർക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള സ്വർഗ്ഗത്തിൽ അവരെ അല്ലാഹു പ്രവേശിപ്പിക്കുകയും ചെയ്യും. മുഅ്മിനീങ്ങളെ, പ്രാദേശിക തലത്തിലും അന്തർദേശീയ തലത്തിലും സ്ഥിരതയും സമാധാനവും സംരക്ഷിക്കുന്നതിൽ നമ്മുടെ രാജ്യം ഇന്ന് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാണ്. ദുരിതങ്ങളിലും യുദ്ധഭൂമികളിലും പീഡിതർക്ക് നാം സഹായഹസ്തമാണ്. നമ്മുടെ സായുധസേന ദേശം കാക്കുന്ന ശക്തിയാണ്. നമ്മുടെ നേട്ടങ്ങൾ കാത്തുസൂക്ഷിക്കുകയും ലോകത്ത് പ്രതീക്ഷയുടെ തിരിവട്ടം തിരിച്ചുകൊണ്ടുവരികയും ചെയ്യുകയാണ് UAE യുടെ സൈന്യം. ഈ സുമോഹന ദിനത്തിൽ
രാജ്യത്തിനകത്തും പുറത്തും നമ്മുടെ സൈന്യം കാണിച്ച വീരോചിത മാനവിക മാതൃകകൾ മുൻനിർത്തി അഭിനന്ദനത്തിന്റെയും അംഗീകാരത്തിന്റെയും 1000 അഭിവാദ്യങ്ങൾ നമ്മൾ നമ്മുടെ സൈന്യത്തിന് അർപ്പിക്കുകയാണ്. അവർക്ക് സംരക്ഷണം നൽകാനും അവരെ ഏറ്റെടുക്കാനും അവർക്ക് സഹായവും കരുത്തുമേകാനും നാം അല്ലാഹുവിനോട് ഇരക്കുകയാണ്. മുഅ്മിനീങ്ങളെ, രാജ്യത്തിന്റെ മുന്നേറ്റ വീതിയിലെ അതിമഹത്തായ മറ്റൊരധ്യായം രാജ്യം നടപ്പിലാക്കിയ രാഷ്ട്രസേവന നിയമമാണ്. രാജ്യത്തോടുള്ള കടപ്പാട് നിറവേറ്റുന്നതിനും രാജ്യക്കാരൻ എന്ന നിലയിൽ അഭിമാനബോധമുണ്ടാവുന്നതിനും രാജ്യത്തിന്റെ സൈനിക ശക്തി സുസജ്ജമായ നിലയിൽ സംവിധാനിക്കുന്നതിലും ഈ നിയമത്തിന് വലിയ പങ്ക് വഹിക്കാനാവുന്നുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളതുപോലെ അൽ മുഅ്മിനുൽ ഖവി ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ദഈഫ്. ശക്തിയുള്ള ബലവാനായ വിശ്വാസി മുഅ്മിൻ ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹ്, അവൻ ദുർബലനായ മുഅ്മിനിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടമുള്ളവനും ഉദാത്തനുമാണ് എന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. ഈ നിയമം പ്രാബല്യത്തിൽ വന്നതു മുതൽ യുവതലമുറ കാണിക്കുന്ന ആവേശവും രാജ്യ നേതൃത്വം ആ വിഷയത്തിൽ അവരെ വാഴ്ത്തിയതും നമുക്കേറെ സന്തോഷത്തിന് വക നൽകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് രാജ്യത്തിന്റെ അന്തസ്സിനു വേണ്ടി, രാജ്യത്തിന്റെ പതാക ഉയർന്നു പറക്കുന്നതിനു വേണ്ടി ജീവത്യാഗം വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സൈന്യത്തെ നമുക്ക് അഭിമാനപൂർവ്വം ഓർക്കാം. അവരുടെ മഹത്വത്തെക്കുറിച്ച് പുതിയ തലമുറയെ നമുക്ക് ബോധവാന്മാരാക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.